ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി.ജെ.പി. ഇപ്പോൾ ചെയ്യുന്നത് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ പ്രചരണമാണ് നടക്കുന്നത്. ബി.ജെ.പി. അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു വർഗീയമായ സംഘർഷം അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ആ പരാതി കൊടുത്തിരിക്കുന്നത്. അത് ഇലക്ഷൻ കമ്മീഷനും പോലീസും ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി കൂടി കൊടുത്താണ്. വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന തന്ത്രം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ഈ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മോഡി സർക്കാർ അഴിമതി കാട്ടി, ബി.ജെ.പി. അഴിമതി കാട്ടി എന്നൊരാൾ പോസ്റ്റ് ഇട്ടപ്പോൾ മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുക്കുകയാണ്. കേരളത്തിൽ വർഗീയതയാണ് ബി.ജെ.പി. പ്രചരിപ്പിക്കുന്നത് എന്ന് പ്രസംഗിച്ച കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ്. ഞാൻ കൊടുത്ത 9 പരാതി ഒരു കേസ് കൊടുത്തില്ല. 9 പരാതി. ഞങ്ങൾക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആ സൂചനകൾ വെച്ച് ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൂറായിട്ട് ആ പരാതി കൊടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ. ഇതൊക്കെ തെറ്റായ വാർത്തകളാണ്. ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ. 5 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ പതാക വിവാദം ഉണ്ടാക്കിയതാണ് ബി.ജെ.പി. ദേശീയ തലത്തിൽ അല്ലേ? ഈ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം പതാക വിവാദം ഉണ്ടാക്കിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവർ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രചരണം നടത്തിയത്. പിണറായി വിജയനും നടത്തുന്നത് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ കണ്ണൂരിലും അതുപോലെ പാലക്കാടും കോട്ടയത്തും പ്രചരണത്തിന് പോയ ആളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹമാണ്. എല്ലായിടത്തും ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രചരണത്തിലും ഞങ്ങൾ കൊടി പിടിക്കണോ, പ്ലക്കാർഡ് പിടിക്കണോ, ഞങ്ങൾ ഏത് മൈക്കിൽ കൂടി പ്രസംഗിക്കണമെന്നൊക്കെ AKG സെൻറ്ററിലോ പിണറായി വിജയനോ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം ഒരു കേരളത്തിലെ ലോക്കൽ നേതാക്കളുടെ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പറയുന്നത്. പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനെ വരുന്നില്ല മുതലായ പ്രസ്താവനകളൊക്കെ കേരളത്തിലെ നേതാക്കളുടെ ഒരു ലോക്കൽ നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറിയതുകൊണ്ടാണ് A. വിജയരാഘവൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരാണ് കേരളത്തിലെ നേതാക്കളാണ് അദ്ദേഹത്തെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നും പറയുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായി രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയും പരിഹസിക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള മോശമായ വാക്കുകൾ പറയുക, തെറ്റായ പ്രചരണം നടത്തുക, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അവഹേളിക്കുക, അപമാനിക്കുക. ഇപ്പോൾ സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നടന്ന് രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കി സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രചരണം ബി.ജെ.പിയുടെ പ്രചരണം അത് CPM കൂടി ഏറ്റെടുത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 35 ദിവസമായി നിങ്ങൾ മാധ്യമങ്ങളെ രാജസ്ഥാനിലെ പ്രധാനമന്ത്രി നടത്തിയ വിവാദ വർഗീയ പരാമർശത്തിലടക്കം പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം അറിയിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.